എല്ലാവർക്കും നമസ്കാരം. നിങ്ങളിപ്പോൾ ഈ വീഡിയോയുടെ കൂടെ കാണുന്ന പിക്ചർ ഇന്ന് എറണാകുളത്ത് ഒരു ബസ്സുകാരുടെ ഓവർ സ്പീഡിനെ ചോദ്യം ചെയ്തുകൊണ്ട് ചില പാർട്ടി പ്രവർത്തകർ നടത്തിയ ഒരു പ്രതിഷേധമാണ് അവിടെ കാണുന്നത്. അതായത് ആ ഡ്രൈവറെയും കണ്ടക്ടറെയും വിളിച്ചിറക്കി അവരെയും കൊണ്ട് ചൂടുവെള്ളം കുടിപ്പിക്കുന്നു. എന്നിട്ട് ചൂടുവെള്ളം കുടിപ്പിച്ചിട്ട് അവരോട് പറയുന്നു, ഇത് നിങ്ങൾ ഊതി കുടിച്ചിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി, കാരണം ഓവർ സ്പീഡാണല്ലോ വിഷയം, അതുകൊണ്ട് ഇത് കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾക്കെല്ലാം കേൾക്കുമ്പോൾ വളരെ സന്തോഷകരമായ കാര്യമാണ്. കാരണം ഇപ്പോഴത്തെ ഈ ബസ്സുകാരുടെ, പ്രൈവറ്റ് ബസ്സുകാരുടെയും KSRTC ഉൾപ്പെടെയുള്ള ബസ്സുകാരുടെ സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. കാരണം എപ്പോഴാണ് ബസ്സിൽ നിന്ന് താഴെ വീഴുക, അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു അപകടം പറ്റുക എന്ന് നമ്മൾക്ക് ആർക്കും മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞിട്ട് വരണം, തിരിച്ചെത്തുമോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. കാരണം ഈ പ്രൈവറ്റ് ബസ്സുകാരുടെയും KSRTC പോലെയുള്ള ബസ്സുകാരുടെയൊക്കെ സ്പീഡ് എന്ന് പറയുന്നത് അത്രയും സ്പീഡാണ്. എനിക്ക് തോന്നുന്നു പ്രൈവറ്റുകാരുടേത് ഒത്തിരിയും കൂടെ സ്പീഡാണ്, ഭയങ്കര സ്പീഡാണ്. അപ്പം നമ്മൾ കയറുന്നതിന് മുൻപേ തന്നെ ഇവർ ബെല്ലടിച്ച് ബസ് വിടുവാൻ തുടങ്ങും. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ, ഇറങ്ങുന്നതിന് മുൻപേ ബസ് വിടുവാനുള്ള തിരക്ക് ഇവർ കൂട്ടും. അങ്ങനെ ഒത്തിരി ഇവരുടെ ഭാഗത്തുനിന്ന് ഒത്തിരി ഇവർ തിരക്ക് കാണിക്കുന്നത് നമ്മൾക്ക് കാണാം. എന്നാൽ ഈ തിരക്കിൻ്റെ പിന്നിലുള്ള അത് ഭയങ്കര തെറ്റായൊരു കാര്യമാണ്. എന്നാൽ ഈ തിരക്കിൻ്റെ പിന്നിലുള്ള ശരിക്കുമുള്ള റീസൺ എന്താണ്? ഈ ബസ്സുകാർക്ക് പെർമിറ്റ് കൊടുക്കുന്നത് നമ്മൾക്കറിയാം, ഒന്നുകിൽ 5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റിൻ്റെ ഒക്കെ ഗ്യാപ്പിലാണ് ഇവർക്ക് പെർമിറ്റ് കൊടുക്കുന്നത്. അതായത് ഇവർ എത്തിച്ചേരേണ്ട സ്ഥലത്ത് ഇവർക്ക് കൊടുത്തേക്കുന്ന ആ ഒരു ടൈമിൽ അവർ എത്തിച്ചേരണം. ഇല്ലെങ്കിൽ പുറമേ അടുത്ത ബസ് വരും. അപ്പോൾ അവർക്കും അവരുടെ ടൈമിങ്സ് അവർക്കും കീപ്പ് ചെയ്യണം, ഇവരുടെ ടൈമിങ്സ് ഇവർക്കും കീപ്പ് ചെയ്യണം. അപ്പോൾ ഈ ടൈമിങ്സ് കീപ്പ് ചെയ്യുവാൻ പറ്റിയില്ല എന്ന് വരികിൽ ബസ്സുകാർ തമ്മിൽ നടുറോട്ടിലൊക്കെ കിടന്ന് അടിയാക്കുന്നത് നമ്മൾക്ക് കാണാം. അപ്പം പലപ്പോഴും പൊതുജനങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം പോലും ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. എന്നാൽ ഇതിൻ്റെ പിന്നിലുള്ള കാരണം ഇതാണ്, ഇവർക്ക് ആ ഒരു ടൈമിങ്സ് ഉണ്ട്. അതായത് ഗവൺമെൻറ്റാണ് ഈ പെർമിറ്റ് ഇവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ ഇവർക്ക് ആ ടൈമിങ്സ് അച്ചീവ് ചെയ്ത് ഇവർക്ക് പറ്റത്തുള്ളൂ, അതല്ലാതെ വേറൊരു നിർവാഹം ഇവരുടെ മുൻപിലില്ല. അപ്പോൾ ശരിക്കും ഈ ബസ്സുകാരുടെ ഓവർ സ്പീഡിൻ്റെ പിന്നിലുള്ള കുറ്റക്കാരാരാണ്? ശരിക്കും ഇവർക്ക് പെർമിറ്റ് കൊടുക്കുന്ന ഗവൺമെൻറ് അതോറിറ്റിയാണ് ഇതിനുള്ള കുറ്റക്കാർ. കാരണം ഇത്രയും അടുപ്പിച്ചടുപ്പിച്ച് ഇവർക്ക് ബസ്സുകൾക്ക് ടൈമിങ്സ് കൊടുക്കാതെ കുറച്ച് ഗ്യാപ്പ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും സ്പീഡിൽ ഇവർ പോകേണ്ട കാര്യമില്ല. അതായത് ഈ എന്താ പറയുക, ടൗൺ പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് നമ്മൾക്ക് ഇറങ്ങിയാൽ അറിയാം ഭയങ്കര ട്രാഫിക്കാണ്. ഈ ട്രാഫിക്കിൻ്റെ അടുത്ത് ഒരു ബസ് അടുത്ത ബസ്സിൻ്റെ പുറകിൽ എത്തി നിർത്തിയിരിക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ആ ബസ്സുകാർ ഇവരുടെ മുന്നിൽ കയറാതെ ഇവരുടെ ടൈമിങ്സ് മാനേജ് ചെയ്യാൻ വേണ്ടി ഇവർ ഓവർ സ്പീഡ് ആക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവർക്ക് കുറച്ചൊരു ടൈം ഗ്യാപ്പ് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പം ഞാൻ ഒത്തിരി ടൈം ഗ്യാപ്പ് പറയണില്ല, കുറച്ചൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റിൻ്റെയൊക്കെ ടൈം ഗ്യാപ്പെങ്കിലും ഇവർക്ക് കൊടുക്കാം. എന്നാൽ മറ്റൊരു ഭാഗത്തുള്ളത് ജോലിക്ക് പോകേണ്ട ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ജോലിക്ക് പോകേണ്ട ആൾക്കാർക്ക് കറക്റ്റ് സമയത്ത് എത്തുവാൻ ഈ ബസ്സുകൾ അടുപ്പിച്ചടുപ്പിച്ച് വരികയും വേണം എന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു. എന്നാൽ അതിനൊരു സൊല്യൂഷൻ വേറെയുണ്ട്. കുറച്ച് നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ, അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ 2 മിനിറ്റും 3 മിനിറ്റുമുള്ള പെർമിറ്റാണ് ഈ ബസ്സുകാരുടെ ഈ മത്സരയോട്ടത്തിന് പിന്നിലുള്ള കാരണം. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ഉത്തരവാദിത്വം ആരാണ്? ഗവൺമെൻറ് അതോറിറ്റി തന്നെയാണ്. ഇനി വേറെ നമ്മൾക്ക് ഇതിനകത്ത് കാണുന്ന ഒരു അപകടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ ഓക്കെ അവരോട് ബസ്സുകാരെ ഇറക്കി നിർത്തി അവർക്ക് വെള്ളം കൊടുക്കുന്നു, അവരോട് പതുക്കെ കുടിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ നിയമം കയ്യിലെടുക്കുകയാണ്. അപ്പോൾ നിയമം കയ്യിലെടുക്കുന്നത് ഓക്കെ അവരവിടുത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ പോലീസ് അവിടെ വന്നു കഴിഞ്ഞിട്ട് ആ പോലീസുകാർക്ക് യാതൊരു വിലയും കൊടുക്കാതെ സാർ എന്ത് വേണമെങ്കിലും ചെയ്തു, സാറ് ഞങ്ങൾക്കെതിരെ കേസെടുത്തോ, വിഷയമൊന്നുമില്ല, കാരണം ഇവന്മാരിത് കുടിച്ചിട്ട് പോയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഇവർ നിയമം കയ്യിലെടുക്കുകയാണ്. അപ്പോൾ അതെന്താണ്? അത് ശരിക്കും ഒരു വയലൻസ് ആണ്. കാരണം ഇവരത് ചെയ്യുവാൻ ഒരിക്കലും പാടില്ല. കാരണം പിന്നെ പോലീസ് ഇങ്ങനെ യൂണിഫോം ഒക്കെ ഇട്ട് നോക്കുകുത്തിയായിട്ട് നിൽക്കുന്നത് പിന്നെ എന്തിനാണ്? അവരെ പിന്നെ എന്തിനാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? അവർക്ക് സാലറിയും കൊടുത്ത് അവരെ ഈ ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത് എന്തിനാണ്? നിയമം അതിൻ്റെ നിയമപരമായ രീതിക്ക് നീങ്ങാൻ വേണ്ടിയിട്ടാണ്. അതിനോട് ജനം സഹകരിക്കാതിരിക്കുവാണെങ്കിൽ എന്താണ് പിന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരെയും കൊണ്ടുള്ള ഗുണം എന്താണ്? അതുകൊണ്ട് ഒരിക്കലും ജനം നിയമം കയ്യിലെടുക്കുന്നതിനോട് യോജിക്കുവാൻ കഴിയത്തില്ല. കാരണം അതൊരു അപകടകരമായ പ്രവണതയിലേക്ക് മാറും. കാരണം എന്ത് കണ്ടാലും ചുമ്മാ പോയിട്ട്, നമ്മൾക്കറിയാം നിയമത്തിൻ്റെതായ വശങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ നിയമം കുറച്ചും കൂടിയൊക്കെ ഒന്ന് മാറ്റി എഴുതേണ്ട സമയമായിട്ടുണ്ട്. ബട്ട് എന്തുകൊണ്ടോ അവർക്കതിനുള്ള ടൈം അവരതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കാലക്രമേണ അത് ചെയ്യും. നമ്മൾക്കറിയാം ഈ 17 വയസ്സ് താഴോട്ടുള്ള കുട്ടികളൊക്കെ ചെയ്യുന്ന കേസുകളും ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെയൊക്കെ നമ്മുടെ നിർഭയ കേസ് എടുത്താൽ തന്നെ അറിയാം. ഒരു 17 വയസ്സുകാരനെ അവൻ നിർബാധം അവന് ഇളവ് ലഭിച്ചു. അവന് ഏതാണ്ട് 3 വർഷത്തെ ഇത് മാത്രമേ അവന് ലഭിച്ചുള്ളൂ. അതിനുശേഷം അവൻ നല്ല കൂളായിട്ട് ഇറങ്ങിപ്പോയി. ബാക്കിയുള്ളവർ പ്രായപൂർത്തി ആയതുകൊണ്ട് അവർക്ക് എന്ത് ലഭിച്ചു?
വധശിക്ഷയ്ക്ക് അവർ വിധേയരാകേണ്ടി വന്നു. എന്നാൽ ഇത് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. ഒരു 15 തൊട്ട് പൊക്കത്തിലോട്ടുള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത് കൂട്ടി നമ്മൾക്കറിയാം, ഒരു 3-4 പിള്ളേർ കൂടി നടത്തിയ കൊലപാതകങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ കുറച്ചും കൂടെ കഠിനമായ ശിക്ഷകൾ അവർക്ക് കൊടുക്കേണ്ടതും കൂടെ ഉണ്ട്. അപ്പം തീരെ 15 വയസ്സ് തൊട്ട് പൊക്കത്തിലോട്ടൊക്കെ നോക്കുമ്പം ശരിക്കും അവരെ കുട്ടികളുടെ ഗണത്തിൽ, അതായത് ഈ ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ളവരെ കുട്ടികളുടെ ഗണത്തിലൊന്നും പെടുത്താൻ പറ്റത്തില്ല. അപ്പം നമ്മൾക്കറിയാം, ഈ ഓരോ കുറ്റം ചെയ്ത് ഇറങ്ങിയേക്കുന്ന ആൾക്കാരൊക്കെ ജയിലിൽ പോയിട്ട് തടിച്ചു കൊടുത്തു. ഗോവിന്ദസ്വാമിയെ പോലെയുള്ളവരെയൊക്കെ കണ്ടാൽ അവർ തടിച്ചു കൊഴുത്താണ് ഇറങ്ങി വരുന്നത്. അവർക്ക് നല്ല നല്ല ഫുഡൊക്കെ കൊടുത്ത് അവരെ തീറ്റി പോറ്റുകയാണ്. അതൊക്കെ പൊളിച്ചെഴുതേണ്ടിയിരിക്കുന്ന ഒരു വസ്തുതയാണ്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് കാലക്രമേണ അതൊക്കെ ചെയ്യുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഞാൻ നിയമസംഹിതയ്ക്കോ നിയമത്തിനോ ഇന്ത്യൻ നിയമത്തിനോ ഒന്നും ഞാൻ എതിരല്ല. ഞാൻ പറഞ്ഞത് ഇതിനകത്തുള്ള ചില പിഴവുകളൊക്കെ ഉണ്ട്. അതൊക്കെ അന്ന് പണ്ട് പറ്റിയ എല്ലാ കാര്യങ്ങളും നമ്മൾ പിന്തുടരണമെന്നില്ല. അത് കുറച്ചൊക്കെ അതിനകത്ത് മാറ്റം വരുത്താൻ ഇനി വരുന്ന ഗവൺമെൻറ്റുകൾ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെയാണല്ലോ നമ്മൾ കേട്ടത്. അപ്പോൾ അതൊക്കെ നല്ല കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ, അതല്ല എൻ്റെ മാത്രം. അപ്പം ഞാൻ പറഞ്ഞത് ജനങ്ങൾ ഒരുപക്ഷെ ജനങ്ങൾ ഇതുകൊണ്ടൊക്കെ ആകപ്പാടെ അസ്വസ്ഥരായിരിക്കാം. അതായത് നമ്മുടെ ജനം ഈ നിയമത്തിൻ്റെ വഴിക്ക് പോകാത്തത് കൊണ്ടും അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കാത്തത് കൊണ്ടുമൊക്കെ ജനം ഒരുപക്ഷെ അസ്വസ്ഥരായിരിക്കാം. പക്ഷേ എന്നാലും ജനം നിയമം കയ്യിലെടുക്കുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. കാരണം അത് ശരിയായ വിധത്തിലായിരിക്കില്ല അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ബസ്സുകാരുടെ കാര്യം തന്നെ എടുത്താൽ അത് അവരുടെ കുറ്റമല്ല. കാരണം അവർക്ക് പെർമിറ്റ് കൊടുത്ത ഗവൺമെൻറ്റിൻ്റെ കുറ്റമാണ്, ഗവൺമെൻറ് അതോറിറ്റിയുടെ കുറ്റമാണ്. അത് അവരാണ് അതിനകത്ത് ശരിക്കും കുറ്റക്കാർ. അവരത് കറക്റ്റായിട്ട് ടൈം ക്രമീകരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും പറ്റത്തില്ല. ഇങ്ങനെ ഒരു കാര്യം ഒരിക്കലും സംഭവിക്കത്തില്ല. അപ്പോൾ പോലീസ് വന്നപ്പോൾ പോലും പോലീസിനെ മൈൻഡ് ചെയ്യാതെ പോലീസിനെ വരെ അങ്ങോട്ട് നിയമം പഠിപ്പിക്കുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പോലീസും അവിടെ ഇങ്ങനെ നിഷ്ക്രിയരായിട്ട് നിൽക്കുകയാണ്. അവരും അവരുടെ നിയമം വേണ്ട വിധത്തിൽ അവിടെ ഉപയോഗിക്കുന്നത് കാണുന്നില്ല. കാരണം കുപ്പായത്തിന് യാതൊരു വിലയും ഇവർ കൊടുക്കാതിരിക്കുമ്പോൾ അവരും അവരുടെ കുപ്പായത്തിനോട് യാതൊരു നീതിയും പുലർത്തുന്നില്ല എന്നുള്ളതാണ് നമ്മൾക്ക് ഇതിനകത്ത് നിന്ന് കാണുവാൻ കഴിയുന്നത്. അതേസമയം ഒരു സാധാരണക്കാരനായിരുന്നുവെങ്കിൽ, പാർട്ടി പ്രവർത്തകനൊന്നും അല്ലാതെ ഒരു സാധാരണക്കാരനായിരുന്നുവെങ്കിൽ അവരെ ഇപ്പോൾ അവിടുന്ന് അടിച്ച് നിലംപരിച്ചാക്കുമായിരുന്നു. അതുകൊണ്ടാണ് ജനത്തിന് ആകെ ഈ നിയമ സംവിധാനങ്ങളോട് പൊതുജനത്തിനൊരു വെറുപ്പ് തോന്നുവാനുള്ള കാരണവും എന്ന് കരുതി ജനം നിയമം കയ്യിലെടുക്കുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയുന്നില്ല. കാരണം ചിലപ്പോഴൊക്കെ നമ്മൾക്ക് അറിഞ്ഞുകൂടാ വാദീനെയാണോ പ്രതിനെയാണോ ജനം കൈകാര്യം ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടാ. അപ്പം അതുകൊണ്ട് ആണ് ജനം ഒരിക്കലും നിയമം കയ്യിലെടുക്കരുത് എന്ന് പറയുവാനുള്ള കാരണം. നിയമമാണെങ്കിൽ അതിൻ്റെ പഴുതുകൾ നോക്കും. അതിൻ്റെ നിയമത്തിൻ്റെ എന്താ പറയുക, അതിനകത്ത് പോരായ്മകളുണ്ട്. എന്നാലും അതിനകത്ത് പ്രതി ആരാണ്, വാദി ആരാണെന്ന് എന്നൊക്കെയുള്ള കാൽക്കുലേഷൻസ് നടത്തി അതിനകത്തുനിന്ന് യഥാർത്ഥ ആൾക്കാരെ കണ്ടെത്തുവാനൊക്കെ പോലീസിനെ കഴിയത്തുള്ളൂ. അത് സാധാരണക്കാർക്ക് കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു നിയമ സംവിധാനങ്ങളെയൊക്കെ ആക്കി വെച്ചിരിക്കുന്നത്. അത് ഏത് പാർട്ടിയാണെങ്കിലും ഏത് വ്യക്തികളാണെങ്കിലും ആ നിയമ സംവിധാനത്തിന് കീഴടങ്ങിയേ പറ്റത്തുള്ളൂ. അത് നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സുഗമകരമായ ഒരു മുന്നോട്ട് പോകുന്നതിന് ആ നിയമ സംവിധാനങ്ങളോട് നമ്മൾ കീഴ്പ്പെട്ടിരുന്നേ മതിയാകത്തുള്ളൂ. അതായത് അതിന് ഇടയ്ക്ക് അവർ കാണിക്കുന്ന, അതായത് ഈ നിയമപാലകർ പോലും കാണിക്കുന്ന നിയമപരമല്ലാത്ത കാര്യങ്ങളെ ചോദ്യം ചെയ്യാനുള്ള ഹയർ അതോറിറ്റികളുമുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആ വഴിക്കൊക്കെ നീങ്ങാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ ഇങ്ങനെ ഒരു ജനം കൈകാര്യം ചെയ്യുന്നതായിട്ട് കാണിച്ചു കണ്ടു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകും. പിന്നെ ജനം മുഴുവൻ ആകപ്പാടെ എന്താ പറയുക, നമ്മുടെ ഒരു സമാധാന അന്തരീക്ഷത്തെ അത് തകർത്ത് കളയുക തന്നെ ചെയ്യും. അതുകൊണ്ട് അതിനോട് ഒരിക്കലും യോജിക്കുവാൻ കഴിയത്തില്ല. അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത്. ആരാണെങ്കിലും ഇതിനകത്ത് 2 കൂട്ടർക്കുമെതിരെ നമ്മൾക്ക് പോലീസ് കേസ് എടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഇവർ രണ്ടുപേരും തെറ്റുകാരാണ്. അവർ ഓവർ സ്പീഡ് കാണിച്ചതിൻ്റെ പിന്നിലുള്ള തെറ്റുകാരെയും കണ്ടെത്തണം, ഓവർ സ്പീഡ് കാണിച്ചവരെയും കണ്ടെത്തണം. അവരെ കുറ്റം വിധിക്കാൻ നിൽക്കുന്ന, അവരെ കൈകാര്യം ചെയ്യാൻ നിൽക്കുന്ന ഈ ജനത്തെ, അതേത് പാർട്ടിയാണെങ്കിലും അവരെ കൈകാര്യം ചെയ്യുക തന്നെ, നിയമ സംവിധാനം അവരെ കൈകാര്യം ചെയ്യുക തന്നെ വേണം. ഇല്ല എങ്കിൽ ഇതൊരിക്കലും നമ്മളുടെ ഒരു സുഗമകരമായ സമാധാനപരമായ അന്തരീക്ഷത്തോടെ നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്ത വിധത്തിലൂടെ കൈവിട്ടു പോകും എന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടെ ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.